ഇത്രയും നാട്ടുമാങ്ങ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ ആണെങ്കിൽ ഓരോ സീസണിൽ മാങ്ങയെങ്കിൽ മാങ്ങ, ചക്ക, മുരിങ്ങയ്ക്ക, കപ്പയ്ക്ക, അതെല്ലാം ഇവിടെ ഉണ്ട്. തേങ്ങ മാത്രമില്ല കേട്ടോ, തെങ്ങില്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് ഇപ്പോൾ ഉച്ചയ്ക്ക് കിട്ടിയ മാങ്ങയാണ് ഇത് ഇത്രയും. ഇനി വൈകുന്നേരം അടുത്ത സെക്ഷൻ വീഴും, അടന്ന് വീഴും. ഒരു കാറ്റടിക്കുമ്പം ഒരു 10-50 എണ്ണമെങ്കിലും വീഴും. ഇതൊക്കെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന വാഴക്കുലകളാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ. അത് എവിടെയൊക്കെ നിൽപ്പുണ്ട്. ഒന്ന് അവിടെ വീണ് കിടപ്പുണ്ട്. ഇതെന്തോ ഭയങ്കര കറയുള്ള വാഴക്കുലയാണ്. ഇത് പഴുപ്പിക്കാനും കൊള്ളില്ല. അതിൻ്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട് ഒരെണ്ണം, കണ്ടതേ അവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ ദേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം നിൽപ്പുണ്ട്. എവിടെ? അതെ, ഇവിടെ നിൽപ്പുണ്ട്. ഇന്ന് നമുക്ക് ഇവിടുന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇന്ന് ചക്ക എരിശ്ശേരി ഉണ്ടാക്കിയാലോന്നായി. അങ്ങനെ ചക്കയെല്ലാം വൃത്തിയാക്കി അതിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കണം. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇത് നന്നായിട്ട് നരച്ചെടുക്കുക. ചക്ക നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, കറിവേപ്പിലയും ഉപ്പും അരപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ. അതെന്തോ കൂഴച്ചക്ക ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞു വരുമ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ കടുക് വറുത്തിടണം. അതിന് ചെറിയ ഉള്ളിയും കടുകും പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അവസാനം കുറച്ച് വറ്റൽമുളക്. ഞാനിപ്പോൾ ക്രഷ്ഡ് വറ്റൽമുളകാണ് ചേർത്തേക്കുന്നത്. ഇതും കൂടെ ചേർത്തൊന്ന് ഇട്ട് കൊടുക്കുക നമ്മുടെ ചക്ക എരിശ്ശേരിയിലേക്ക്. പിന്നെ അവസാനം കുറച്ച് തേങ്ങയൊന്ന് വറുത്തിടണം കേട്ടോ. തേങ്ങ വറുത്തിടുമ്പോൾ അതിനൊരു പ്രത്യേക മണവും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചക്ക എരിശ്ശേരിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ലച്ചുവിനൊന്ന് ഉച്ചയ്ക്കാണ് ക്യാമ്പിന് പോകേണ്ടത്. അപ്പം നേരത്തെ ഫുഡൊക്കെ കഴിച്ച് ലച്ചുകുട്ടി ഇതേ ക്യാമ്പിന് പോവാണ് കേട്ടോ. ഇനി അവള് വൈകുന്നേരമേ വരുവുള്ളൂ. ഇനി അങ്ങേ അറ്റം വരെ ചെല്ലുമ്പോൾ ഒരു ചാറ്റയും കൂടെ തരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ